ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നതില്ലേ, കുറേ ദിവസം ഇങ്ങനൊരു കാര്യം പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരുപാട് കാലം വെച്ചാൽ ഒരു വർഷം അങ്ങാണ്ടായിട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 2 തവണ ഞാൻ ഒഴിവാക്കി, ഒഴിവാക്കാം, എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ ഇപ്പം തുടങ്ങിയതും ഞാൻ കുറേ മാസങ്ങളായിട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാണ്ട് അവിടെ ഇട്ടായിരുന്നു. ഏകദേശം എൻ്റെ വ്യൂസും വാച്ചറൊക്കെ കുറഞ്ഞ് അങ്ങ് പോയി. ഞാൻ തീരെയും നോക്കാണ്ട് തന്നെ ആയി. കാരണം സബ്സ്ക്രൈബേഴ്സൊന്നും ഒന്നുമില്ല, അത്ര വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വീഡിയോസ് ചെയ്യലും കുറവാണ്. അത്ര നല്ല കണ്ടൻറ്റുകളല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് അത്രയും നല്ല കണ്ടൻറ്റ് കിട്ടാനുമില്ല. ഞാൻ അത്യാവശ്യം എൻ്റെ നമ്മുടെ അടുക്കള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വീഡിയോസായി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫുൾ ടൈം യൂട്യൂബിലാട്ടോ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ കാണുന്ന ആളാണ്. ഒരുപാട് സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് കാലം മുമ്പേ സിംഗിൾ ബോബൻ്റെ വീഡിയോസ് കണ്ടത്, ആ മാമിൻ്റെ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തന്നൊരു ആളാണെന്ന് പറയാം കേട്ടോ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട്, ജസ്റ്റ് കല്യാണമല്ല, എൻ്റെ ബാല്യകാലം മുതൽ ഞാനിപ്പോൾ ഇന്ന് അനുഭവിക്കുന്നത് വരെ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടാണ്. കാരണം മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്ന നിമിഷങ്ങൾ വരെ ഉണ്ടായിരുന്നു. തോന്നിപ്പോയ നിമിഷം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തരണം ചെയ്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടോ. അപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ദൈവവിശ്വാസിയാണ്, ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഉള്ളിൽ തട്ടി എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് സിംഗിൾ ബോബനാണ് കേട്ടോ. അവർ ഭയങ്കര മോട്ടിവേഷനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ആ മാമിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആദ്യം ചില ആൾ തുടക്കത്തിലൊക്കെ ചെയ്ത ആ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട്. ആരെങ്കിലും ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ആ മാമിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ശരിക്കും കണ്ടോളൂ കേട്ടോ. എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ അവർ നല്ലോണം എനിക്ക് ഉള്ളിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടെ പുറത്ത് എനിക്ക് സംസാരിക്കാനും വലിയ അറിയില്ല. അറിയും, നമ്മൾ അത്രയും കംഫർട്ടായ ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമായിരിക്കും, അല്ലാണ്ട് എനിക്കറിയില്ല. ഞാനിപ്പം ഇങ്ങനെ വീഡിയോസിൽ സംസാരിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ വേറൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല പോലെ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ അറിയാം. കാരണം ഞാൻ തീച്ചോളയിൽ നിന്നാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നതും അങ്ങനെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും ഏത് കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഞാൻ ചിന്തിക്കട്ടോ. അങ്ങനെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ കാരണം വേറൊരാൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് തൊട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതെൻ്റെ യോഗ ആയിരിക്കാം. പക്ഷേ എൻ്റെ ഭഗവാൻ എന്നെ ഒരുപാട് ഇതാക്കുന്നുണ്ട് കേട്ടോ. എന്നെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. ഞാൻ എവിടെ വീഴുമ്പോഴും എനിക്കൊരു താങ്ങായിട്ട് നിൽക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്രയും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ എല്ലാ കഥകളും ഞാൻ പറയും കേട്ടോ. പക്ഷേ എനിക്ക് സബ്സ്ക്രിപ്ഷൻ അങ്ങനെ ആരുമില്ല, വ്യൂസൊന്നും ഇല്ല. ഒരാൾ പോലും വീഡിയോസ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാത്തത്. നമ്മളെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ പറയേണ്ട കാര്യമല്ലോ. നമ്മളെ കണ്ട് നമ്മളെ ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം നമ്മുടെ കഥകളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ മാമിൻ്റെ വലിയ വലിയ തത്വങ്ങളോ ഒന്നുമല്ല, സാധാരണ ഒരു ജീവിതം, ഒരു പെൺകുട്ടി അറിയേണ്ട കാര്യങ്ങളൊക്കെ മാം പറഞ്ഞു തരും കേട്ടോ. എന്താ പറയുക, എനിക്ക് എൻ്റെ ഇതിൽ ഏറ്റവും മോട്ടിവേഷനാണ് അവർ. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോസും കാര്യങ്ങളും ഞാൻ പ്രമോട്ട് ചെയ്യാൻ എനിക്ക് അവരെ അറിയത്തേ ഇല്ല കേട്ടോ. എനിക്ക് തന്നെ വീഡിയോസിൽ ഒന്നുമില്ല. ഞാൻ എന്നെപ്പോലെയുള്ള ചേച്ചിമാരാണോ അനിയത്തിമാരാണോ ആരാ കാണുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ വരെ കാണണമെന്നാണ് കേട്ടോ. കുട്ടികൾ വരെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം, നല്ലതാണ്. ഇപ്പോഴുള്ള ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെ എന്താ പറയുക, നമ്മളെങ്ങനെ പ്രതിരോധിച്ച് നിൽക്കണമെന്നും, പിന്നെ ഏറ്റവും വലിയ വിഷയം ദൈവവിശ്വാസം. അത് നമ്മളിൽ ഉണ്ടാക്കുന്നതുണ്ട്. അവരെ വർത്തമാനത്തിൽ തന്നെ നമ്മളെ കൂടെ ഭഗവാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. ഇപ്പം ഞാൻ പണ്ടത്തെക്കാളും ഞാൻ എന്താ പറയുക ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. അവർ പറയുന്ന പോലൊക്കെ
മാക്സിമം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ സാമ്പത്തികമൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് എൻ്റെ മനസ്സ് ഞാൻ പിടിച്ചാൽ കിട്ടുന്നിടത്തേക്ക് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എനിക്കങ്ങനെ ആക്കാൻ പറ്റും. നമുക്ക് മുഴുവനും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്കെല്ലാം, പക്ഷേ ഒരു സമയത്ത് നമുക്ക് തോന്നൂലേ ഭഗവാനുണ്ട് എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയത് ആ മാമിൻ്റെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. എനിക്ക് അവർ പറഞ്ഞ അത്രയും എനിക്ക് പറഞ്ഞു തരാനോ ഒന്നും കഴിയില്ല, പക്ഷേ ആ വീഡിയോ ഒക്കെ കണ്ടാൽ സപ്പോർട്ടായിരിക്കും. സോ പിന്നെ അവർ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ട് പിന്നെയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ എനിക്ക് എന്തെങ്കിലും അതിനു വേണ്ടി ഞാനിപ്പം യൂട്യൂബൊക്കെ തുടങ്ങി. കാരണം മോളുള്ളതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും പോയി ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം അവരുടെ ടൈമിന് സ്കൂളില്ലാത്ത ടൈമൊക്കെ നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ, പെൺകുട്ടികളല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ട്. എനിക്ക് വരുമാന മാർഗം എന്നുള്ളതിലാണ് ഞാൻ ആദ്യം പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നി ഞാൻ ഒഴിവാക്കി. പിന്നെയും ഞാൻ തുടങ്ങി, എന്നിട്ടും ഞാൻ പിന്നെയും നിർത്തിയതാണ്. പിന്നെയും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എവിടം വരെ എത്തിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ കാണുന്നവർ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ പറയുക, നമ്മളെപ്പോലുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അത്യാവശ്യം കഷ്ടപ്പാട് തന്നെ ആയിരിക്കും, അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം നമുക്ക് പുറത്തിറങ്ങി പണിയെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നും നേരെ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതാവുന്നില്ല, കാരണം മക്കളുള്ളതുകൊണ്ട് വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങടേക്കും പോകാനൊന്നും പറ്റത്തില്ല, പണിക്കൊന്നും. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സിംഗിൾ പാപ്പി ചേച്ചീൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, ബൈ.